Hello everyone, welcome back to our channel My Home, My Heaven. മീൽ പ്ലാനിങ്ങുകളും മീൽ പ്രിപ്പറേഷൻസും എല്ലാം ചെയ്തു വെക്കാറുണ്ടെങ്കിലും ചില ദിവസങ്ങളെങ്കിലും നമ്മുടെ ലൈഫിൽ ഇതൊന്നും നടക്കാതെ വരാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ എണീക്കാൻ വൈകിയാൽ അല്ലെങ്കിൽ നമുക്ക് സാധാരണ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മുടെ മക്കൾക്ക് വയ്യാണ്ടാവുന്ന സമയത്ത് എന്തിന് നമ്മുടെ കിച്ചണിൽ കുക്കറോ മിക്സിയോ ഒക്കെ ഒന്ന് പണി മുടക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാനിങ്ങുകളെല്ലാം തെറ്റിപ്പോവാറുണ്ട്. ഈ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്, ഇന്ന് എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിച്ച് അല്ലേ? ഇത്തരം അവസരങ്ങളെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് കുറച്ച് ബേസിക് ഐറ്റംസ്, ഈസിയായി കുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബേസിക് ഐറ്റംസ് എപ്പോഴും നമ്മൾ നമ്മുടെ കിച്ചണിൽ കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇത്തരത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ കിച്ചണിൽ കീപ്പ് ചെയ്ത് വെക്കാറുള്ള കുറച്ച് സാധനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് വെക്കുന്ന കുറച്ച് ബേസിക് വെജിറ്റബിൾസാണ് ക്യാരറ്റ്, ബീൻസ്, ഒണിയൻ, ക്യാപ്സിക്കം. ഇതിൽ ക്യാപ്സിക്കം ഓപ്ഷണലാണ്. ബാക്കി 3 വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ 3 വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ദോശയോ, അതുപോലെ നമ്മൾ ഈ സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവുകൾ അല്ലേ? അങ്ങനെ ഉണ്ടാക്കുന്ന വീറ്റ് ഉപ്പുമാവ്, റവ ഉപ്പുമാവ്, ഇതിലെല്ലാം തന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്ത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് ഈ സമയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അവസരം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ ഡേയ്സിലുള്ള ഏതെങ്കിലും കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഈ ബേസിക് വെജിറ്റബിൾസ് എപ്പോഴും ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ലഞ്ചിന് വേണ്ടിയുള്ള ഫ്രൈഡ് റൈസ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കുക്കർ ബിരിയാണിക്കൊക്കെ നമുക്ക് ഈ വെജിറ്റബിൾസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒന്നാണ് പൊട്ടറ്റോസ് ബോയിൽ ചെയ്തിട്ട് ഫ്രിഡ്ജിലാണ് ഞാൻ സൂക്ഷിച്ച് വെക്കാറ്. കാരണം എനിക്ക് മോന് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് എന്നും ഒരു സ്നാക്ക് ഐറ്റം പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇതുപോലെ പ്ലാൻ ചെയ്തത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോയിൽ ചെയ്ത പൊട്ടറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒരു പൊട്ടറ്റോ ബോളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് സ്നാക്ക് ഐറ്റംസോ കറികളോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതുപോലെ പൊട്ടറ്റോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഒരുപാട് ഉപകാരം ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ മക്കൾക്ക് ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുന്ന ഒന്നാണ് എഗ്സ്. നമുക്കറിയാം, എഗ്ഗ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറിനും ഒക്കെ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ എത്ര ഈസിയാണ് അല്ലേ? ഇതുപോലെ പെട്ടെന്നൊക്കെ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് മക്കൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഓംലേറ്റ് ആയിട്ടും വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് ഒരു ഹെൽത്തി ഓംലേറ്റ് ആയിട്ടും പെട്ടെന്നൊരു എഗ്ഗ് കറി ആയിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെ എഗ്ഗ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതുപോലെ എണ്ണ ഒഴിച്ച് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ബോയിൽ ചെയ്ത എഗ്ഗ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ എളുപ്പമാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് ഒട്ടും വലിയ സ്ട്രെയിനൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും വീട്ടിൽ തൈര് ഉണ്ടാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമുക്കറിയാം, തൈര് കൂട്ടി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു റൈത്ത മാതിരി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും തന്നെ ആഡ് ചെയ്യാണ്ട് ജസ്റ്റ് ഒരു കടുകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ മോരുകറിയായിട്ടൊക്കെ പെട്ടെന്ന് ഇതുപോലത്തെ അവസരങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എപ്പോഴും തൈര് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് വെക്കുന്നത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്ന മറ്റൊരു ഐറ്റമാണ് കടലമാവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലേക്ക് സ്നാക്ക് എന്നും കൊടുത്തു വിടേണ്ടതുകൊണ്ട് തന്നെ സ്നാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഒരു
ബാറ്ററായിട്ട് ഉണ്ടാക്കാൻ കടലമാവ് അത്യാവശ്യമാണ്. അപ്പോൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കാത്ത ദിവസമാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് കടലമാവിൽ അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇതുപോലൊരു ബാറ്ററാക്കും. എന്നിട്ട് എന്ത് വെജിറ്റബിൾസ് ആണോ നമ്മുടെ കയ്യിലുള്ളത്, വെജിറ്റബിൾസോ അല്ലെങ്കിൽ ബനാനയോ എന്താണ് കയ്യിലുള്ളത് വെച്ചാൽ അത് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഒരു ഈസി സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്കൂളിലേക്ക് കൊടുത്തുവിടാം. ഇതുപോലെ സ്കൂളിൽ കൊടുത്തുവിടാനോ മാത്രമല്ല, ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ കടലമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഹോം മെയ്ഡ് സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇത് ഒരുപാട് ഉപകരിക്കും. മിക്കതും ഈ സമയങ്ങളിൽ നമ്മൾ നൂഡിൽസ് പോലുള്ള അൺഹെൽത്തി ഫുഡൊക്കെയാണ് പ്രിഫർ ചെയ്യാറ്. അതെല്ലാം ഒഴിവാക്കി നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ പെട്ടെന്നൊരു സ്നാക്ക് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രധാനമാണ് ഫ്രൂട്ട്സ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു 2-3 ഐറ്റം ഫ്രൂട്ട്സ് എങ്കിലും എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. സീസണൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഏറെ നല്ലത്. ഞാൻ എപ്പോഴും ഇതുപോലെ കുറച്ച് ബേസിക് ഫ്രൂട്ട്സ് എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കാറുണ്ട്. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ഡയറക്റ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് നമുക്കൊരു ഫ്രൂട്ട് കട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഹണിയോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് ഒരു ഐസ്ക്രീം സ്കൂപ്പൊക്കെ ഇട്ടിട്ടോ ഒക്കെ ഈ സമയങ്ങളിൽ നമുക്ക് കൊടുക്കാം. നമുക്കും അതേ ഒരുപാട് സ്ട്രെയിനൊന്നും എടുക്കാണ്ട് മക്കളുടെ ഇഷ്ടത്തിന് ഈസി ആയിട്ട് പെട്ടെന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ കുറച്ച് ബേസിക് ഐറ്റംസ് നമ്മൾ എപ്പോഴും വീട്ടിൽ കീപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ സമയങ്ങളിൽ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നതും അതുപോലെ തന്നെ നൂഡിൽസ് പോലുള്ള അൺഹെൽത്തി ഫുഡ് ഹാബിറ്റിലേക്ക് പോവാതിരിക്കാനൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.